dear students. In the second chapter, Indian economy 1950 to 1990, in the previous classes, we were already explained some of the ideas which is relating to economic planning, and the final module we just finished regarding this agriculture sector, especially we have explained in much more detail some of the ideas regarding this green revolution. Just I have to brush up your idea regarding this last class. Some of the points which we are already explained in the agriculture sector, that is on technical reforms and institutional reforms. അതിൽ ടെക്നിക്കൽ റിഫോംസിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഗ്രീൻ റെവല്യൂഷൻ പറഞ്ഞിരിക്കുക. നിങ്ങളോട് പറഞ്ഞിരുന്നു പരീക്ഷയ്ക്ക് നല്ലവണ്ണം നിങ്ങൾ പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ് ദാറ്റ് ഈസ് എൻ ഗ്രീൻ റെവല്യൂഷൻ. മലയാളത്തിൽ നമ്മൾ ഹരിത വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ regarding this green revolution, we just explained what do you mean by green revolution, what are the features, what are the achievements of green revolution, and finally what are the failures of green revolution. പരീക്ഷയ്ക്ക് നല്ലവണ്ണം നിങ്ങൾ പഠിച്ചു പോയിരിക്കണം. The remaining points we have to explain in the second chapter. As we explained in the first chapter after the agriculture sector, now we have to explain some of the ideas which is regarding this industrial sector. ഇല്ല, നമ്മൾ ആദ്യത്തെ ക്ലാസ് മുതൽ പറഞ്ഞു വരുന്നതാണ്. ഒന്ന് പ്രാഥമിക മേഖല, രണ്ടാമത്തേത് ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്താണ്, 1950 to 1990, 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ഇക്കോണമിയിലെ വ്യാവസായിക മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു. ജസ്റ്റ് യു ഹാവ് ടു ഗോ ത്രൂ in the first chapter regarding that is an Indian economy on the eve of independence. അവിടെ നമ്മൾ പറഞ്ഞു വ്യാവസായിക മേഖല എന്ന് പറയാനായിട്ട് ആകെ ഒരേ ഒരു വ്യവസായശാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് ഈസ് നെയ്മഡ് ആസ് ടിസ്കോ. അല്ലെ, ഇന്നത്തെ ടാറ്റയുടെ ആദ്യകാല കമ്പനി ആയിട്ടുള്ള ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ വ്യാവസായിക മേഖലയെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരണങ്ങളൊന്നും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നമുക്ക് പറയാനില്ല. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തായിരുന്നു ഇന്ത്യയിലെ വ്യാവസായിക മേഖല അവസ്ഥ, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് നോട്ട് അയച്ചു തന്നിട്ടുണ്ട്. നോട്ട് എഴുതിയതിനു ശേഷം ക്ലാസ് കേൾക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരിക്കൽ കൂടെ അത് ഓർമ്മപ്പെടുത്തുന്നു. വി ഹാവ് ടു ഗോ ത്രൂ റിഗാർഡിംഗ് ദിസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. എന്താണ് വ്യാവസായിക മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു, അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾ നോട്ട് പുസ്തകം ശ്രദ്ധിക്കാം. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സിൻസ് ഇൻഡിപെൻഡൻസ്. ഇനി നമ്മൾ പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം വ്യാവസായിക മേഖലയെ കുറിച്ചാണ്. ഒന്നാമത് അവിടെ എഴുതിയിരിക്കുന്നത് ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. നമുക്ക് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു, വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാം. ഇല്ലേ, വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല റോഡുകൾ, ബിൽഡിങ്ങുകൾ, മെഷീനറി തുടങ്ങി മൂലധനത്തിന് സഹായകരമാകാവുന്ന ഗവൺമെന്റ് നയങ്ങള് എല്ലാം നമുക്ക് ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ദാറ്റ് ഈസ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, ബിൽഡിംഗ്സ്, ഇലക്ട്രിസിറ്റി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്തുണ്ടായിരിക്കണം, കൃത്യമായ രീതിയിലുള്ള വർധനം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുക. കുറച്ചൊക്കെ അതിൽ വർധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ വി ഹാവ് ടു ഗിവ് മോർ സ്ട്രെസ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ റിഗാർഡിംഗ് ദിസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. വ്യാവസായിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം കാര്യക്ഷമമായി നമ്മൾ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് നമ്പർ 1. ദാറ്റ് ഈസ് ആൻ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. രണ്ടാമത്തേത് മച്ച് പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നമുക്ക് എന്തൊക്കെ ആവശ്യമായിരുന്നു, അതായത് നമ്മൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, വാക്സിൻ ആണ്, അല്ലെ, അതിന്റെ മെഡിസിൻ അല്ല. ഇനിയും വാക്സിൻ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, അതിന്റെ മെഡിസിൻ വരണം. എന്ന് പറഞ്ഞാൽ റിസർച്ച് ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് അത്യാവശ്യമാണ്. അതേപോലെ നമ്മൾ പറഞ്ഞ ഗവേഷണ സ്ഥാപനങ്ങളുടെ വികസനം എന്നാലാണ് കാര്യക്ഷമമായ രീതിയിൽ നമ്മുടെ വ്യാവസായിക മേഖലയുടെ പുരോഗതി നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കുക. ദാറ്റ് ഈസ് നമ്പർ 2. മച്ച് പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. വികസനത്തിന്റെയും ഗവേഷണത്തിന്റെയും കാര്യത്തിൽ കുറച്ചുകൂടെ വികസനം, വളർച്ച, അഭിവൃദ്ധി നമുക്ക് ആവശ്യമായിരുന്നു. മൂന്നാമത്തേത് എക്സ്പാൻഷൻ ഓഫ് ദി പബ്ലിക് സെക്ടർ. നമുക്കറിയാം, വ്യാവസായിക മേഖല എന്ന് പറയാനായിട്ട് കാര്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യകാലങ്ങളിലെ ഗവൺമെന്റിന്റെ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് എല്ലാം കൈകാര്യം ചെയ്തിരുന്നത്, എല്ലാം നോക്കി നടത്തുന്നത് എന്താണ്,
ഗവൺമെന്റ് ആണ്. കാരണം ടാറ്റയുടെ ടിസ്കോ എന്ന് പറയുന്ന സ്വകാര്യ മേഖലയിലുള്ള ഒരേ ഒരു കമ്പനി മാത്രമാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. കാരണം മറ്റുള്ളവരുടെ കയ്യിൽ എന്തില്ല, വേണ്ടത്ര രീതിയിൽ ഇൻകം ഉണ്ടായിരുന്നില്ല, പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായും ഗവൺമെന്റിന്റെ മുതൽ മുടക്ക് അതിൽ അത്യാവശ്യമായി വന്നു. അപ്പൊ പൊതുമേഖല എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. വിവിധ സർക്കാർ സംവിധാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സംവിധാനത്തോട് കൂടിയിട്ടുള്ള വ്യവസായശാലകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് എൻ എക്സ്പാൻഷൻ ഓഫ് ദി പബ്ലിക് സെക്ടർ, ബിൽഡിംഗ് അപ്പ് ഓഫ് ദി ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ്. അല്ലെ, മൂലധന വ്യവസായങ്ങൾ, മൂലധന വസ്തുക്കളുടെ വ്യവസായങ്ങൾ എന്തുണ്ടാക്കുക, വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മെഷീനറി വേണം. നമ്മൾ സ്വാഭാവികമായിട്ടും ആരെ ആശ്രയിക്കുന്നു, വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് എന്നതിന് പകരം നമ്മുടെ രാജ്യത്ത് തന്നെ അത്തരത്തിലുള്ള മെഷീനറികൾ ഉൽപ്പാദിപ്പിക്കാവുന്ന വ്യവസായശാലകളുടെ വ്യാപനം എന്നാണ് ഉദ്ദേശിക്കുക. That is an building up of capital good industries. And the last one, growth of non-essential consumer good industries. കൺസ്യൂമർ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമായ അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, ഉപ്പ്, നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് ഒരു പരിധി വരെ നമ്മൾ എന്ത് പറയാം, കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയാം. ഇൻ ജനറൽ എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് നമ്മൾ പറയാം. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും, എനിക്ക് തോന്നുന്നു ഇപ്പോഴല്ല, കോവിഡ് കാലഘട്ടത്തിന് മുമ്പ് നിങ്ങൾ എറണാകുളം ലുലു മാർക്കറ്റിലൊക്കെ നിങ്ങൾ ഒരുപക്ഷെ പോയി കാണും, ഇല്ലേ? നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിന്റെ കൂടെ നിങ്ങൾ പോയി, പാരന്റ്സിന്റെ കയ്യിൽ അത്യാവശ്യത്തിന് പൈസയുള്ള ഒരു സമയത്താണ് നിങ്ങൾ പോയതെങ്കിൽ നിങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പോയി, നിങ്ങൾ അവിടെ പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ച് ആ കിറ്റ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ വീട്ടിൽ വന്ന് അതൊന്ന് തുറന്നു നോക്കാം. ആ കിറ്റിലുള്ള സാധനങ്ങളെ പറയുന്ന പേരാണ് നോൺ എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ കിറ്റിലുള്ള സാധനങ്ങൾ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം എന്ന് ചുരുക്കം. എസെൻഷ്യൽ അല്ല എന്നർത്ഥം, ഇല്ലേ? നമുക്ക് കണ്ടു, ഒരു കൗതുകത്തിന് ഒരുപക്ഷെ വാങ്ങിച്ചു, വില കുറവെന്ന് നമുക്ക് തോന്നി, ഒരുപക്ഷെ നമ്മള് വില കുറവായതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു എന്നുള്ളതല്ലാതെ അത് ഇല്ലാതെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നാളേക്ക് ഭക്ഷണത്തിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. എസെൻഷ്യൽ അല്ലാത്ത, ഇവിടെ പറയുന്ന നോൺ എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ അല്ലാത്ത ഉപഭോഗ വസ്തുക്കളുടെ ഉൽപാദനം. ഇപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളതൊക്കെ മുഴുവൻ എസെൻഷ്യൽ ഗുഡ്സ് ആണ്. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാം, നിങ്ങളൊന്ന് അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കാം. എസെൻഷ്യൽ ഗുഡ്സ് ആണ്. നമ്മുടെ നിത്യജീവിതത്തിന് അതില്ലാതെ പറ്റും. എസെൻഷ്യൽ ഗുഡ്സ് എന്ന് പറഞ്ഞാല്, കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് അരി, പഞ്ചസാര, വെളിച്ചെണ്ണ തുടങ്ങിയ സംഗതികളെയാണ് എസെൻഷ്യൽ ഡ്രസ് മെറ്റീരിയൽ, എസെൻഷ്യൽ ഗുഡ്സ് ആണ്, ഇല്ലേ? അത് വില കൂടിയത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വന്നാൽ അത് എന്താ, ലക്ഷറിയാണ്. എന്താവട്ടെ, ഇവിടെ പറയുന്നത് ഗ്രോത്ത് ഓഫ് നോൺ എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രീസ്. ഇല്ല, എനിക്ക് തോന്നുന്നു അവിടെ ആദ്യകാലങ്ങളിലൊക്കെ അവരുടെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് 10,000 കൺസ്യൂമർ പ്രോഡക്ട്സ് ആണ് അവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുക. 10,000 കൺസ്യൂമർ പ്രോഡക്ട്സ്, 10,000 ഉൽപ്പന്നങ്ങള്, വിവിധ ശ്രേണിയിലുള്ള ഉൽപ്പന്നങ്ങളെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നു എന്നായിരുന്നു അഡ്വർടൈസ്മെന്റ്. എന്ന് പറഞ്ഞാല് അതിൽ മെജോറിറ്റി എന്താണ്, അത് എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ് ആണ്, അത് നിങ്ങൾ വാങ്ങിക്കേണ്ട എന്നൊന്നല്ല മാഷ് ഉദ്ദേശിച്ചു. ബട്ട് ദേ ആർ much more goods which are available in some of the supermarkets. They are generally classified as the non-essential consumer goods. അപ്പൊ നിലവിലെ മാർക്കറ്റിൽ വരുന്ന ഉൽപ്പന്നങ്ങളെ നിങ്ങളൊന്ന് നോക്കിയാൽ ഒരു മെജോറിറ്റി വരുന്നത് എന്താണ്, നോൺ എസെൻഷ്യൽ ആണ്. എസെൻഷ്യൽ ആയിട്ടുള്ള വരുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് വരുന്നത്, നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സ് വരുന്ന. കാരണം പ്രൊഡ്യൂസേഴ്സിന് അത് എന്താണ്, അത് ലാഭകരമാണ്. കാരണം അത് വരുമാനമില്ലാത്തവന് വാങ്ങിക്കില്ല, വരുമാനമുള്ളവനെ അത് വാങ്ങിക്കുള്ളൂ. പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് അത് ലാഭകരമാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഗ്രോത്ത് ഓഫ് നോൺ എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രീസ്. ഇതൊക്കെയായിരുന്നു ഇൻഡിപെൻഡൻസിന് ശേഷം വ്യാവസായിക മേഖലയുടെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ പറയാം. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും വലിയ ഒരു പോളിസിയാണ് നമ്മൾ പറയാം ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956. നോട്ട് പുസ്തകത്തിലെ ഒരു ടിക്ക് മാർക്കിട്ട് NP എന്ന് എഴുതി വെച്ചേക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. വ്യവസായം, നമ്മളെ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവം പറഞ്ഞ പോലെ അതേ പ്രാധാന്യത്തോടു കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. വ്യാവസായിക മേഖലയിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട, ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു നയ പരിഷ്കാരത്തെയാണ് നമ്മൾ പറയാ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956. അത് ഒരുമിച്ചാണ് നമ്മൾ പറയാം. 1956 ഗവൺമെന്റ് കൊണ്ടുവന്ന ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. നോട്ട് നോക്കാം, ചുരുക്കി എഴുതാം നമ്മൾ IPR 1956 എന്ന് നമ്മൾ പറയും.
അത് നല്ലവണ്ണം ഓർത്തു വെച്ചേക്കണം, അതിന്റെ ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച്. അപ്പൊ വ്യാവസായിക മേഖലയില് സെൻട്രൽ ഗവൺമെന്റ് 1956 കൊണ്ടുവന്ന ഒരു പരിഷ്കാരത്തെ പറയപ്പെടുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ. ഇപ്പോഴും അതിന്റെ ചില ആശയങ്ങൾ നമ്മുടെ പോളിസികളിലുണ്ട്. ഇനി എന്താണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കാം? Industrial policy is an important instrument through which the government regulate the industrial activities in the economy. എന്തിനു വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്നത്? ഗവൺമെന്റ് രാജ്യത്തെ വ്യവസായങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ട കാര്യങ്ങള് സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് പോളിസി കൊണ്ടുവന്നിരിക്കുക. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ ഒരു അവസ്ഥയല്ല, സ്വകാര്യ വ്യക്തികളുടെ കൈവശം എന്തെങ്കിലും ഇൻകം ഇല്ല. അപ്പൊ സ്വകാര്യ വ്യക്തികൾ ആരും എന്ത് ചെയ്യുന്നില്ല, വ്യാവസായിക മേഖലയിലേക്ക് വരുന്നില്ല. സ്വാഭാവികമായും ആര് തന്നെ മുന്നോട്ട് വരണം? രാജ്യത്തിന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ വ്യാവസായിക മേഖല ഉണ്ടാകണം. അത് ആര് തന്നെ മുന്നോട്ട് വരണം? ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വരണം. അങ്ങനെ ഗവൺമെന്റിന് രാജ്യത്തെ വ്യവസായശാലകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നയമായിട്ടാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കാം. കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇൻഡസ്ട്രിയൽ പോളിസി ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രുമെന്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് ത്രൂ വിച്ച് ആ ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷനിലൂടെ ഗവൺമെന്റ് റെഗുലേറ്റ് ദ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. ഗവൺമെന്റിനെ എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു? നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിലെ വ്യാവസായിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഈ ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷനിലൂടെ സാധിച്ചു. അതിനുവേണ്ടിയാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ കൊണ്ടുവന്നിരിക്കുക. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കാം. പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതിന് മുമ്പുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ? നമ്പർ 1, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. ഈ ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? രാജ്യത്തെ വ്യവസായങ്ങളെ പ്രധാനമായും 3ആയി തരംതിരിച്ചു. അത് ഈ പറഞ്ഞതിനെ വെച്ച് പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങളുടെ ഡെഫിനിറ്റ് ആണ്. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും. അതായത് ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷന്റെ പ്രത്യേകത നമ്മൾ പറയുന്നത് രാജ്യത്തെ വ്യവസായശാലകളുടെ തരംതിരിവ്. വ്യവസായശാലകളെ പ്രധാനമായും 3ആയി തരംതിരിച്ചു. അത് അടുത്ത സ്ലൈഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. ന്യൂ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. Industries were classified into 3 schedules depending upon the role of the state. രാജ്യത്തെ വ്യവസായശാലകളെ പ്രധാനമായും സർക്കാരിന്റെ നിയന്ത്രണത്തിന് കീഴിൽ നിന്നുകൊണ്ട് 3ആയി തരംതിരിച്ചു. രണ്ടാമത്തേത് സ്ട്രെസ് ഓൺ ദി റോൾ ഓഫ് കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. എന്ത് ചെയ്തു? ചെറുകിട വ്യവസായങ്ങൾ, അതിനെയാണ് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയാം. കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിൽ വ്യവസായങ്ങൾ. കുടിൽ വ്യവസായം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സോഡ നിർമ്മാണം. വീടുകളിൽ ഇരുന്നുകൊണ്ട് സോഡ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പിന്നെ നമ്മൾ പറയാം പപ്പട നിർമ്മാണം. ഇങ്ങനെ വീടുകളിൽ ഇരുന്നുകൊണ്ടാണ് പപ്പട നിർമ്മാണം. ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഇപ്പൊ താരതമ്യം കുറവാണ്. ആദ്യകാലങ്ങളിലൊക്കെ ചിറ്റാട്ടുകര ഭാഗങ്ങളിലൊക്കെ സാധാരണയായി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറെയൊക്കെ ഇപ്പൊ ഉള്ള പപ്പട നിർമ്മാണം എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ ആണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വീടിനോട് ചേർന്ന് തന്നെയാണെങ്കിലും ചെറിയൊരു ബിൽഡിങ്, കുറച്ച് തൊഴിലാളികളൊക്കെ ആയിട്ടുള്ള സംവിധാനത്തെയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയാം. കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് വീടുകളിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതിനെയാണ് കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കുടിൽ വ്യവസായങ്ങൾക്കും അതേപോലെ ചെറുകിട വ്യവസായങ്ങൾക്കും കൂടുതൽ പരിഗണന IPR 1956 ഗവൺമെന്റ് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് സ്ട്രെസ് ഓൺ ദി റോൾ. കാരണം നമ്മുടെ ഇവിടെ സ്വകാര്യ വ്യക്തികളുടെ കൈവശം ഒരുപാട് ഇൻകം ഇല്ല. ചെറുകിട വ്യവസായശാലകൾ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ വൻകിട വ്യവസായശാലകളിൽ മുതൽ മുടക്കാൻ ജംഷഡ്ജി ടാറ്റയെ പോലുള്ള ആളുകൾ അന്ന് താരതമ്യേന വളരെ കുറവായിരുന്നു. അതുകൊണ്ട് കുടിൽ വ്യവസായങ്ങൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം കൊടുത്തു. മൂന്നാമത്തേത് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. ഗവൺമെന്റ് എന്ത് ഇംപ്ലിമെന്റ് ചെയ്തു? വ്യവസായങ്ങൾ തുടങ്ങണമെങ്കിൽ ഒരു ലൈസൻസിങ് സമ്പ്രദായം, ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുക? ഇപ്പൊ നമ്മള് വാഹനം ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുക? എന്താണ്? വാഹനം ഓടിക്കുന്നതിന് അറിഞ്ഞിരിക്കേണ്ട ചില നിയമവശങ്ങള് വാഹനം ഓടിക്കുന്നവർ അറിയണം എന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഒരു റെസ്ട്രിക്ഷൻസ്, ഒരു ഏജ് ബാർ വെച്ചിരിക്കുന്നു. അതിന് ചില പരീക്ഷകൾ വെച്ചിരിക്കുന്നു. വാഹനം ഓടിക്കുന്നവർ ഇത് അറിഞ്ഞിരിക്കുന്നു. ഇൻഡസ്ട്രിയൽ ഡ്രൈവിംഗ് ലൈസൻസ്. ഇൻഡസ്ട്രിയൽ ലൈസൻസ് എന്ന് പറയുമ്പോൾ ഒരു വ്യവസായശാല നടത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നിർബന്ധമായും അവർ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഇംപ്ലിമെന്റ് ചെയ്തു. ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ കൺസെഷൻ. ഇനി വ്യവസായശാലകൾ തുടങ്ങാനായിട്ട് മുന്നോട്ട് വരുന്നവർക്ക് ചില ആനുകൂല്യങ്ങൾ, ഇളവുകൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. എന്തൊക്കെയായിരുന്നു? were offered by the private enterprises
ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഇൻഡസ്ട്രി ഇൻ ദ ബാക്ക്വേർഡ് റീജിയൻസ് ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലെ പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിലെ വ്യവസായശാലകൾ തുടങ്ങുന്ന സ്വകാര്യ മേഖലയ്ക്ക് ഇൻഡസ്ട്രിയൽ കൺസെഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 വർഷം വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം, അവിടെ ഒരു പ്രൈവറ്റ് പാർട്ടി വന്ന് ഒരു വ്യവസായശാല തുടങ്ങുകയാണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രിയൽ കൺസെഷൻ എന്ന് പറഞ്ഞാൽ അവിടേക്കുള്ള ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് ഗവൺമെന്റ് കൊടുക്കാം, നികുതികളിലെ ഗവൺമെന്റ് ആനുകൂല്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്ക് നികുതി ഇളവുകൾ, പോരാത്തതിന് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കാം, സാധനങ്ങൾ വാങ്ങിക്കുന്നതിനാവട്ടെ വരുന്ന ചെലവുകൾക്കാവട്ടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? സബ്സിഡി കൊടുക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ കൺസെഷൻ ഏത് തരത്തിലുള്ള ആളുകൾക്കാണ്? രാജ്യത്തിന്റെ പിന്നോക്കം നിൽക്കുന്ന, സ്വാഭാവികമായും വ്യവസായശാല വന്നു കഴിഞ്ഞാൽ ആ സ്ഥലം വികസിക്കുമെന്നുള്ളത് കൊണ്ടാണ് പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിലെ വ്യവസായശാലകൾ തുടങ്ങുന്നവർക്ക് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ കൺസെഷൻ കൊണ്ടുവന്ന്. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന IPR 1956ന്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ പറയാം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ലാസിഫിക്കേഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. നോട്ട് പുസ്തകത്തിൽ അത് സെപ്പറേറ്റ് ഹെഡിങ്ങിൽ തന്നിട്ടുണ്ട്. അതിൽ ഞാൻ പറയുന്നത് നോട്ട് പുസ്തകം നിവർത്തി ഞാൻ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ അത് നോട്ട് പുസ്തകം നിവർത്തിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്യാം. പരീക്ഷയ്ക്ക് അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങളെങ്കിലും നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. അതായത് നമ്മൾ പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 പ്രകാരം ഇന്ത്യയിലുള്ള വ്യവസായങ്ങളെ പ്രധാനമായും 3ആയി തരംതിരിച്ചു. അവ ഏവ. ഇതാണ് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ആൻ ഷെഡ്യൂൾ എ. കൃത്യമായിട്ട് പറയുന്നു ഷെഡ്യൂൾ എ, ഷെഡ്യൂൾ ബി, ഷെഡ്യൂൾ സി. നമുക്ക് ഷെഡ്യൂളുകളെ സംബന്ധിച്ചല്ല, ഒന്നാമത്തെ ഷെഡ്യൂളിൽ എന്തിനെ കുറിച്ചാണ്, ഏതെല്ലാം വ്യവസായശാലകളാണ് അതിൽ ഉൾപ്പെടുന്നത് ശ്രദ്ധിക്കാം. 17 ഇൻഡസ്ട്രീസ് ലിസ്റ്റഡ് ഇൻ ദ ഷെഡ്യൂൾ എ. 17 വ്യവസായശാലകൾ ഷെഡ്യൂൾ എയിൽ ഉൾപ്പെടുത്തി. whose future development would be the responsibility of the state. ഈ വ്യവസായശാലകളുടെ ഭാവി വികസനം ആരുടെ കൈകളിലാണ്? ഗവൺമെന്റിന്റെ കൈകളിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സംരംഭങ്ങൾ എന്നർത്ഥം. ദാറ്റ് ഈസ് എ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ എത്ര എഴുതിയിട്ടുള്ളൂ? പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് എഴുതിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ വ്യവസായശാലകൾ. പറഞ്ഞതിന്റെ മുഴുവനായിട്ടുള്ള ആശയം ഇതാണ്. ഒന്നാമത് ഷെഡ്യൂൾ എ. ഷെഡ്യൂൾ എയില് 17 വ്യവസായശാലകളെ കൊണ്ടുവന്നു. ഈ വ്യവസായശാലകൾ മുഴുവൻ ആരുടെ നിയന്ത്രണത്തിലാക്കി? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാക്കി. എന്ന് പറഞ്ഞാൽ ഈ 17 വ്യവസായശാലകളെ പൊതുവെ അറിയപ്പെട്ടിരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നാണ്. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ദാറ്റ് ഈസ് സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. അതിൽ 17 വ്യവസായശാലകളാണ്, അതിനെ ഷെഡ്യൂൾ എയിൽ ഉൾപ്പെടുത്തി. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഈസ് ആൻ ഷെഡ്യൂൾ ബി. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് ബി എന്ന് പറയുന്ന ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ട് 12 ഇൻഡസ്ട്രീസ് വർ ഇൻക്ലൂഡഡ് ഇൻ ഷെഡ്യൂൾ ബി. നേരത്തെ പറഞ്ഞത് 17 ആണെങ്കിൽ ഇപ്പോ 12 വ്യവസായശാലകളെ ഉൾപ്പെടുത്തി. which could be established both as private and public sector enterprises. ഈ 12 വ്യവസായശാലകൾ ആർക്കൊക്കെ നടത്താം? സ്വകാര്യ മേഖലയ്ക്ക് നടത്താം, ഗവൺമെന്റിന് നടത്താം. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ജോയിന്റ് സെക്ടർ എന്ന് നമ്മൾ പറയാം. പൊതുമേഖലയ്ക്ക് താല്പര്യമുണ്ടെങ്കിലും പൊതുമേഖലയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. സ്വകാര്യ മേഖലയുടെ കൈവശം, സ്വകാര്യ വ്യക്തികളുടെ കൈവശം പൈസ ഉണ്ടെങ്കിലും അവർക്കും അത്തരത്തിലുള്ള വ്യവസായശാലകൾ ഇംപ്ലിമെന്റ് ചെയ്യാം, നടപ്പിലാക്കാം. അപ്പൊ രണ്ടാമത്തേത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ്. ഒന്ന് പബ്ലിക് സെക്ടർ ആണ്, രണ്ടാമത്തേത് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നു സംയുക്ത മേഖലയാണ്. സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും പങ്കാളിത്തമുള്ള സംരംഭങ്ങൾ. ഒന്നാമത്തേത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, രണ്ടാമത്തേത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസ്. അതിന്റെ അടിയിൽ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഇൻ ഷെഡ്യൂൾ ബി, അഗൈൻ ദാറ്റ് ഈസ് ഇൻ ദ 12 ഇൻഡസ്ട്രീസ്. ആൻഡ് ദി ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് ഇൻ ഷെഡ്യൂൾ സി. മൂന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്നതാണ് റെസിഡ്യൂവൽ ഇൻഡസ്ട്രീസ്. റെസിഡ്യൂവൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന്റെ മലയാളം അർത്ഥം നമ്മൾ പറയാം പീഡിത വ്യവസായങ്ങൾ എന്ന് പറയാം. പീഡിത വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ നഷ്ടത്തിൽ പോകുന്ന വ്യവസായശാലകൾ. എന്നാൽ ഒരു കാരണവശാലും ലാഭം ഉണ്ടാകില്ല എന്ന് ഗവൺമെന്റ് കണക്കാക്കിയിട്ടുള്ള വ്യവസായശാലകൾ അത് ആർക്ക് കൊടുത്തു? അത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തു. എഴുതിയ സെന്റൻസ് ഇതാണ്: റെസിഡ്യൂവൽ ഇൻഡസ്ട്രീസ് വർ ലെഫ്റ്റ് ഓപ്പൺ ടു ദി പ്രൈവറ്റ് സെക്ടർ. കാരണം ഗവൺമെന്റ് അടച്ചുപൂട്ടാൻ പോവാണ് വ്യവസായശാലകൾ. കാരണം വൻപിച്ച നഷ്ടം ഓരോ വർഷം ചെല്ലുന്തോറും സംഭവിക്കുന്നു.
അത്തരത്തിലുള്ള വ്യവസായശാല ഇൻഫ്രാസ്ട്രക്ചർ അവിടെയുണ്ട്. താല്പര്യമുള്ള സ്വകാര്യ വ്യക്തികൾക്ക് അത് ഏറ്റെടുത്ത് നടത്താം. നമ്മൾ പറയുന്ന റെസിഡ്യൂവൽ ഇൻഡസ്ട്രീസ് ഈസ് ലെഫ്റ്റ് ഓപ്പൺ ടു ദി പ്രൈവറ്റ് സെക്ടർ. അത് മുഴുവൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തേക്കണം. ക്ലാസിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. IPR 1956 ഒന്ന് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, രണ്ടാമത്തേത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ്, മൂന്നാമത്തേത് റെസിഡ്യൂവൽ ഇൻഡസ്ട്രീസ് വിച്ച് ഈസ് ഓപ്പൺ ടു ദി പ്രൈവറ്റ് സെക്ടർ. സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുത്ത പീഡിത വ്യവസായങ്ങൾ, സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും പങ്കാളിത്തമുള്ള സംരംഭങ്ങൾ, പൊതുമേഖലയ്ക്ക് മാത്രം പങ്കാളിത്തമുള്ള സംരംഭങ്ങൾ. അതിന് നമ്മൾ ഷെഡ്യൂൾ എ, ഷെഡ്യൂൾ ബി, ഷെഡ്യൂൾ സി എന്ന് കൊടുത്തിരിക്കുന്നു. ഷെഡ്യൂൾ എയില് 17 ഇൻഡസ്ട്രീസ്, ഷെഡ്യൂൾ ബിയില് 12 ഇൻഡസ്ട്രീസ്. ദ റിമൈനിങ് റെസിഡ്യൂവൽ ഇൻഡസ്ട്രീസ് വർ ലെഫ്റ്റ് ഓപ്പൺ ടു ദി പ്രൈവറ്റ് സെക്ടർ. ഇത്രയാണ് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, എസ്പെഷ്യലി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങൾ പ്രത്യേകം അക്കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞത് വ്യാവസായിക മേഖലയില് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ പ്രധാനപ്പെട്ട പോളിസിയാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. Some of the features and some of the classifications. Okay. And the next one we have to explain, that is in small scale industries. എന്താണ് ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കാതെ നിങ്ങൾ സൈഡിൽ ഒരു ടിക്ക് മാർക്ക് ഇട്ടേക്കുക. പരീക്ഷിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ചെറുകിട വ്യവസായങ്ങൾക്ക് ഒരുപാട് പ്രസക്തി ഉള്ളതുകൊണ്ട് എന്താണ് ചെറുകിട വ്യവസായങ്ങൾ, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് പരീക്ഷയ്ക്ക് വരാം. നിങ്ങൾ നോട്ടിൽ എഴുതി ശ്രദ്ധിക്കാം. എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഈസ് പ്രസന്റ്ലി ഡിഫൈൻഡ് ആസ് വൺ ഹൂസ് ഇൻവെസ്റ്റ്മെന്റ് ഡസ് നോട്ട് എക്സീഡ് ₹5 crores എന്ന് പറഞ്ഞാൽ 5 കോടി രൂപയിൽ അധികം മുതൽ മുടക്കില്ലാത്ത വ്യവസായശാലകളെയാണ് ചെറുകിട വ്യവസായങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 കോടി 2 കോടി രൂപയൊക്കെ വന്നാൽ എന്താണ്, അതൊക്കെ ചെറുകിട വ്യവസായങ്ങളാണ്. 5 കോടി രൂപയേക്കാൾ കൂടിയാൽ അതെന്തായി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയി, വൻകിട വ്യവസായങ്ങളായി നിലവിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പൊ എന്താണ് ചെറുകിട വ്യവസായം? അപ്പൊ നമ്മൾ പറയുന്നു ഒരു 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ വന്നാൽ അതൊക്കെ എന്താണ്, അതൊക്കെ ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ എ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഈസ് പ്രസന്റ്ലി ഡിഫൈൻഡ് ആസ് വൺ ഹൂസ് ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം എന്ത് ചെയ്യാൻ പാടില്ല, 5 കോടി രൂപയേക്കാൾ കൂടാതിരുന്നാൽ അത്തരത്തിലുള്ള വ്യവസായങ്ങളെ പറയുന്നതാണ് ചെറുകിട വ്യവസായങ്ങൾ. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം പോപ്പുലേഷൻ കൂടുതലാണ്. നമ്മുടെ രാജ്യത്ത് ചെറുകിട വ്യവസായങ്ങൾക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. എന്താണ് ഈ ചെറുകിട വ്യവസായത്തിന്റെ മേന്മകൾ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ആൻ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റോൾ ഓഫ് ദി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അപ്പൊ ഞാനിവിടെ നേരത്തെ പറഞ്ഞതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചേക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതിന്റെ സൈഡിൽ ഒരു ടിക്ക് മാർക്ക് ഇട്ട് NB എന്ന് എഴുതി വെച്ചേക്കാം. രണ്ടാമത്തേത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ക്യാരക്ടേഴ്സ്, അതായത് നമ്മുടെ രാജ്യത്ത് വൻകിട വ്യവസായശാലകളെക്കാൾ ചെറുകിട വ്യവസായശാലകൾക്ക് പ്രാധാന്യമുണ്ട്, വിശദമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെറുകിട വ്യവസായങ്ങൾ, അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി? 4 പോയിന്റുകൾ അവിടെ എഴുതിയിട്ടുള്ള പ്രത്യേകം ശ്രദ്ധിക്കാം. ഒന്ന്, ദാറ്റ് ഈസ് ലേബർ ഇന്റൻസീവ്. ലേബർ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ അത് തൊഴിൽ തീവ്രമാണ് എന്നർത്ഥം. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU എന്ന് നിങ്ങൾ കേട്ട് കാണും അല്ലേ, തീവ്ര പരിചരണ വിഭാഗം. ലേബർ ഇന്റൻസീവ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പോപ്പുലേഷൻ കൂടുതലാണ്, ലേബറേഴ്സിന്റെ സപ്ലൈ കൂടുതലാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന തെരഞ്ഞെടുക്കുന്ന ഒരു പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത് എന്തായിരിക്കാം, തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്നതാണെങ്കിൽ അത്രയും പേർക്ക് ഇൻകം കിട്ടി, അത്രയും പേർക്ക് എന്താണ്, അത്രയും പേരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിക്കും ഇല്ലേ. അപ്പൊ സ്വാഭാവികമായും ചെറുകിട വ്യവസായങ്ങളുടെ ഒന്നാമത്തെ പ്രത്യേകത, അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. അതിനെ പറയുന്ന ഒരു പേരാണ് ലേബർ ഇന്റൻസീവ് ടെക്നിക് എന്ന് പറയാം. ദാറ്റ് ഈസ് ആൻ എംപ്ലോയ്മെന്റ് ഓറിയന്റഡ്. കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പാടശേഖരങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, കൊയ്ത്തിന്റെ സമയമാകുമ്പോൾ ഒരു ടില്ലർ വരുന്നു അല്ലെ, കൊയ്ത്തും യന്ത്രം വരുന്നു. ഒരു 5 ഏക്കർ നെൽപ്പാടം ഒരു ദിവസം കൊണ്ട് ടില്ലർ കൊയ്ത് തീർക്കുന്നു. ഒരൊറ്റ ലേബർ മതി. അത് കർഷകരെ വെച്ചാണെങ്കിലോ ചിലപ്പോ 2 ആഴ്ചത്തെ പണിയാണ്. അപ്പൊ അവിടെ സംഭവിക്കുന്നത്, ആദ്യം ഞാൻ പറഞ്ഞത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്, രണ്ടാമത്തേതാണ് എന്ത്, ലേബർ ഇന്റൻസീവ്. കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് ചെറുകിട വ്യവസായശാലകളിൽ. ഒരു ജനസംഖ്യ കൂടുതലുള്ള ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തെ സംബന്ധിച്ച് അത് ഗുണകരമാണ്. ദാറ്റ് ഈസ് നമ്പർ 1. രണ്ടാമത്തേത് സെൽഫ് എംപ്ലോയ്മെന്റ് ഇല്ലേ, സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരുപാട് പേര് ഈ ചെറുകിട വ്യവസായശാലകൾക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സ്വയം തൊഴിൽ പദ്ധതികളിൽ ഒരുപാട് പ്രോഗ്രാമുകൾ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു.
ലെസ് ക്യാപിറ്റൽ ഇന്റൻസീവ്, വളരെ കുറച്ച് മൂലധനം മാത്രം മതി ഇല്ലേ. എന്ന് പറഞ്ഞാല് നമ്മൾ പറയുന്നു ഒരു ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് ഒരു പാടം നെയ്യുന്നതിന് അല്ല കൊയ്തെടുക്കുന്നതിന് ഒരു ടില്ലർ എന്ന് പറയുമ്പോൾ ഒരു ടില്ലർ പലപ്പോഴും എന്താണ് സഹകരണ സംഘങ്ങൾ വഴിയാണ് പാടശേഖരങ്ങളിൽ എടുക്കുന്നത് അല്ലേ. കാരണം അത് വാടകയ്ക്ക് റേറ്റ് കൂടുതലാണ്, പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ മെഷീനറിയുടെ കോസ്റ്റ് വീതിച്ചെടുക്കുകയാണ്. അതേസമയം നമ്മൾ തൊഴിലാളികളെ വിളിച്ച് ഒരു നമ്മൾ കൊയ്ത്ത് നടത്തുമ്പോഴോ തൊഴിലാളികളുടെ കൈവശം എന്തേ ഉള്ളൂ, ഒരു അരിവാളേ ഉള്ളൂ ഇല്ലേ. അരിവാളുണ്ടെങ്കിൽ വിത്ത് ലേബറേഴ്സ് അത് കൊയ്തെടുക്കാം. അപ്പൊ കോസ്റ്റ് കുറവാണ്. എന്തിനോ ക്യാപിറ്റലിന്റെ കോസ്റ്റ് താരതമ്യേന കുറവാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് എ ലെസ് ക്യാപിറ്റൽ ഇന്റൻസീവ്, കൂടുതൽ ലേബർ ഇന്റൻസീവ് ആണ് എന്നർത്ഥം. എക്സ്പോർട്ട് പ്രൊമോഷൻ ഇല്ലേ, നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമുക്ക് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകൾ കൂടെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് പ്രധാനമായും ചെറുകിട വ്യവസായശാലകൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കും. ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് എ സീഡ് ബെഡ് ഫോർ ദി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. വൻകിട വ്യവസായശാലകളുടെ ഒരു മടിത്തട്ടായിട്ട് വർത്തിക്കുക എന്ന് പറഞ്ഞാൽ വൻകിട വ്യവസായശാലകൾക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായശാലകൾ എവിടെ ഉണ്ടാക്കുക, ചെറുകിട വ്യവസായശാലകളിൽ ഉണ്ടാക്കുക. അപ്പോൾ അവർ തമ്മിൽ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ വൻകിട വ്യവസായശാലകളും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നതിന് വളരെ സഹായകരമാകും. ഒരു പ്രോപ്പർ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ പറയുന്ന ദാറ്റ് ഈസ് എ സീഡ് ബെഡ് ഫോർ ദി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. വൻകിട വ്യവസായശാലകളുടെ വളർച്ചയ്ക്കുള്ള ഒരു അടിത്തട്ട് പ്രൊവൈഡ് ചെയ്യാൻ ചെറുകിട വ്യവസായശാലകൾക്ക് സാധിക്കും. ഒരു ടിക്ക് മാർക്കിട്ട് നിങ്ങൾ അത് NP എന്ന് പ്രത്യേകം എഴുതി വെച്ചേക്കാം. ഇനി നമ്മൾ ഇത്തരത്തിലൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ചെറുകിട വ്യവസായശാലകളെ സംബന്ധിച്ച്. എന്തൊക്കെയാണ് അതിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ഡിഫിക്കൽട്ടി ഓഫ് ഫിനാൻസ് അല്ലേ. നമ്മൾ ബാങ്കിൽ പോയിട്ട് ഞാനൊരു സ്വയം തൊഴിൽ പദ്ധതി ഞാൻ ചെയ്യാണ്, ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ് ബാങ്കിൽ അപ്രോച്ച് ചെയ്താൽ ബാങ്കിൽ നിന്ന് നമുക്ക് വായ്പ കിട്ടും. നോർമൽ കേസിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അയാൾ ബാങ്കിൽ പോയിട്ട് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ആശയമുണ്ട്, ഞാൻ അത് ഒരു സ്വയം തൊഴിൽ പദ്ധതിയുടെ കീഴിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എനിക്ക് ബാങ്കിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ വായ്പ വേണം എന്ന് പറഞ്ഞ് ബാങ്കിനെ അപ്രോച്ച് ചെയ്താൽ ബാങ്ക് പറയും എന്തെന്ന്, നിങ്ങൾ പ്രോപ്പർ ഗ്യാരണ്ടി കൊണ്ടുവരണം, ഒന്ന് നിങ്ങളുടെ സ്ഥലത്തിന്റെ ആധാരം കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടായിരിക്കണം, ഒരു ഗ്യാരണ്ടർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഫിനാൻസ് ലഭ്യമാകുന്നതിനുള്ള പ്രശ്നം അവിടെ നില. അതേസമയം വൻകിട ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഓപ്പറേറ്റേഴ്സിനോ ഇല്ലേ, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് വായ്പ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പണം കടമെടുത്ത് വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം അവർ വൻകിട വ്യവസായികളാണ്. ചെറുകിട വ്യവസായികളെ 2-3 മാസം ബാങ്കിൽ നടന്നാലും ചിലപ്പോൾ വായ്പ കിട്ടില്ല. പക്ഷെ വൻകിട വ്യവസായികൾക്ക് എന്താണ്, ഒരൊറ്റ ദിവസം അവർ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ അവർ വായ്പയായിട്ട് കോടിക്കണക്കിന് രൂപ വായ്പ ബാങ്കുകൾ അനുവദിക്കുന്നു. അപ്പൊ ചെറുകിട വ്യവസായശാലകളെ സംബന്ധിച്ച് ഫിനാൻസ് ബുദ്ധിമുട്ടാണ്. ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ്, വേണ്ടത്ര രീതിയിൽ അസംസ്കൃത വസ്തുക്കൾ കിട്ടാതെ വരുന്നു. ഡിഫിക്കൽട്ടി ഓഫ് മാർക്കറ്റിംഗ് ഇല്ലേ, നമ്മൾ ഉത്പാദിപ്പിച്ച സാധനങ്ങൾ കമ്പോളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കൈത്തറി തുണിത്തരങ്ങള് നിങ്ങൾ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? കൈത്തറി തുണിത്തരങ്ങള് ഒരു പരിധിവരെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ഉത്പാദിപ്പിക്കുന്നതാണ്. ഈ കൈത്തറി തുണിത്തരങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്താ? അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ക്വാളിറ്റിയിൽ വേറെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വഴി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ശരിയായ രീതിയിൽ വിപണി കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഔട്ട്ഡേറ്റഡ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്, ഇവർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളൊക്കെ പലപ്പോഴും എന്താണ്, പഴഞ്ചനാണ്. കാരണം അപ്പുറത്ത് എന്താണ്, ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് കൂടുതൽ കാര്യക്ഷമമായി ക്വാളിറ്റിയോട് കൂടിയുള്ള ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ വില കുറവാണ്. ഇവിടെ പഴഞ്ചൻ സാങ്കേതിക വിദ്യ എന്ന് മാത്രമല്ല വിലയും കൂടുമ്പോൾ സ്വാഭാവികമായും ആളുകൾ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ദാറ്റ് ഈസ് ഔട്ട്ഡേറ്റഡ് മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്സ് കോമ്പറ്റീഷൻ ഫ്രം ദി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് വൻകിട വ്യവസായങ്ങളിൽ നിന്ന് വരുന്ന കിട മത്സരം. ഇപ്പൊ കൈത്തറി തുണിത്തരങ്ങള്, ഖാദി തുണിത്തരങ്ങൾക്ക് ഗവൺമെന്റ് റിബേറ്റ് പ്രഖ്യാപിക്കുന്നു ഇല്ലേ, ഇളവുകൾ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു. എന്നിട്ടും ആളുകൾ അത് വാങ്ങിക്കാനായിട്ട് വേണ്ടത്ര രീതിയിൽ താല്പര്യപ്പെടുന്നില്ല. അതിന്റെ കാരണം അതിനേക്കാൾ ക്വാളിറ്റിയില്, അതിനേക്കാൾ ധരിക്കാൻ സുഖത്തില്. പക്ഷെ കോട്ടന്റെ ഖാദിയുടെ തുണിത്തരങ്ങൾ മോശമാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായും അതിന് ക്വാളിറ്റിയുണ്ട്, അതിന് വിലയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവരെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വൻകിട വ്യവസായശാലകളിൽ നിന്ന് വരുന്ന കോമ്പറ്റീഷനാണ്.
ഒരു ഖാദി മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്തു, നമ്മൾ സ്റ്റിച്ചിങ്ങിന് കൊടുത്ത് നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്നൊരു ചിലവ് 1000 രൂപയാണെങ്കിൽ ഒരുപക്ഷെ 500 രൂപയ്ക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ ഇതേ ക്വാളിറ്റിയോട് കൂടിയുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെ മറ്റു പല കമ്പനികളും ലോഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വൻകിട വ്യവസായശാലകളിൽ നിന്ന് ഇവർക്ക് പലപ്പോഴും മത്സരം നേരിടേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ വില കുറച്ച് വിൽക്കാൻ പറ്റില്ല, കാരണം ഇവർക്ക് കോസ്റ്റ് കൂടുതലാണ്. അപ്പൊ ഗവൺമെന്റ് റിബേറ്റ് അനുവദിക്കുന്നു, എന്നിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ കോട്ടൺ തുണിത്തരങ്ങളാണ് ധരിക്കുമ്പോൾ തീർച്ചയായും അതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ അത് തന്നെ ഉപയോഗിക്കില്ല, കാരണം അതിന്റെ ഒരു സുഖമുണ്ട് അതിന് ധരിക്കുമ്പോൾ. ഈ ചൂടുകാലത്തൊക്കെ പ്രത്യേകിച്ച് അത് സൗകര്യപ്രദമാണ്. പക്ഷെ എന്നിരുന്നാലും വിലയാണ് ആളുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചെറുകിട വ്യവസായശാലകളിലുള്ളവർക്കും ജോലി ചെയ്യുന്നവർക്ക് പലപ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാം. അപ്പൊ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട രാഷ്ട്രീയം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചാണ്. ആദ്യം പറഞ്ഞു ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, രണ്ടാമത്തേത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇനി ഇവിടെ നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുള്ളതിൽ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട്, നിങ്ങൾ അത് എഴുതി എടുക്കേണ്ടതാണ്. സെക്ടറൽ കോമ്പോസിഷൻ ഓഫ് ആൻ ഇന്ത്യൻ ഇക്കോണമി, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് സർവീസസ്. 1950-51 കാർഷിക മേഖലയുടെ കോൺട്രിബ്യൂഷൻ 59% ആയിരുന്നത് 1991 ആകുമ്പോഴേക്കും അത് 35% കുറഞ്ഞു 34.9. വ്യാവസായിക മേഖല 13% ആയിരുന്നത് 24% വർദ്ധിച്ചു. സേവന മേഖല 28% ആയിരുന്നത് 40.5% വർദ്ധിച്ചു. അതായത് വിവിധ മേഖലകളുടെ GDP എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു രാജ്യത്തെ മൊത്തം ഉൽപാദനത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കാർഷിക മേഖലയുടെ കുറഞ്ഞു വരുന്നു, വ്യാവസായിക മേഖല വർദ്ധിക്കുന്നുണ്ട്, അതിനേക്കാൾ കൂടിയ തോതിൽ സേവന മേഖല വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ആ ടേബിൾ പറഞ്ഞിരിക്കുക. ടേബിൾ നിങ്ങൾ എഴുതിയെടുക്കേണ്ടതാണ്. ആ ടേബിൾ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് തന്ന് അത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാനൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. And the last module we have to explain what I mean by that is a trade policy. എന്താണ് വ്യാപാര നയത്തെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുക. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അവിടെ എഴുതിയ കാര്യങ്ങൾ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വാക്കുകളുടെ അടിയിൽ നിങ്ങളൊന്ന് വരച്ചേക്കണം. നിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഇൻ ദ ഫസ്റ്റ് 7 5-year plans ഓഫ് ഇന്ത്യ. അപ്പൊ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നിലവിലെ പഞ്ചവത്സര പദ്ധതികൾ 2015 ജനുവരി 1-ാം തീയതി മുതൽ പുതിയ സംവിധാനമാണ് നിലവിലുള്ളത്. അതിനെ പറയുന്ന പേര് 2015 ജനുവരി 1-ാം തീയതി മുതൽ ഈ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തിന് പകരം സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത പ്രോഗ്രാമിന് പറയുന്ന പേര് എന്താണ്? നീതി ആയോഗ്. നമ്മൾ ആദ്യം എഴുതിയിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതികളിൽ ദ ട്രേഡ് വാസ് കോമൺലി കോൾഡ് ഇൻവേർഡ് ലുക്കിംഗ്. നമ്മുടെ വ്യാപാരത്തെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന പേര് ഇൻവേർഡ് ലുക്കിംഗ് എന്നാണ് ഇല്ലേ? നമ്മൾ എന്ത് ചെയ്യാം? മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാം, അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാം. That is an inward looking trade strategy. This strategy is technically known as an import substitution. അതായത് ഇറക്കുമതി ബദൽ എന്നാണ് അതിന്റെ മലയാളം നമ്മൾ പറയാം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടോ ആ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാം, ഇറക്കുമതിക്ക് ബദൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു, അമേരിക്കയിൽ നമ്മൾ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഉൽപ്പാദന ചെലവ് 10 രൂപയാണ്, അമേരിക്കയിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ് 5 രൂപയാണെങ്കിൽ നല്ലത് എന്താ? നമ്മൾ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യാം. പകരം നമ്മൾ എന്ത് ചെയ്യാം? അമേരിക്കയില് നമ്മൾ പറയുന്നു ഒരു ഒരു ലെതർ ഷൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ് 250 രൂപ, ഇന്ത്യയിലെ ഉൽപാദന ചെലവ് 100 രൂപ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഗോതമ്പിന്റെ ഉൽപാദനം കുറച്ചിട്ട് ലെതറിന്റെ ഉൽപാദനം നമ്മൾ എന്ത് ചെയ്യാം? വർദ്ധിപ്പിക്കുക. എന്നിട്ട് അത് എവിടേക്ക് കയറ്റുമതി ചെയ്യാം? അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാം. ഗോതമ്പ് നമ്മൾ എന്ത് ചെയ്യാം? അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാം. കാരണം ഇവിടെ ഉൽപാദന ചെലവ് പ്രൊഡക്ഷൻ കോസ്റ്റ് 10 രൂപയാണ്, അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്താൽ നമുക്ക് 5 രൂപയ്ക്ക് കിട്ടും. ഇനി അമേരിക്കക്കാർക്ക് എന്താ ആവശ്യമുണ്ട്? ലെതർ പ്രോഡക്ട്സ് ആവശ്യമാണ്, അവർക്ക് കോസ്റ്റ് കൂടുതലാണ്. ഇവിടെ കോസ്റ്റ് കുറവാണെങ്കിൽ ഇവിടെ അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുക. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതായിരുന്നു ഇന്ത്യയുടെ നയം എന്ന് നമ്മൾ പറയാം. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇമ്പോർട്ട്സ് വിത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നു, ഈ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പകരം ആ സാധനങ്ങൾ ഇവിടെ ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കാം. ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറക്കുമതി കുറയ്ക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുക. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ട് ഡൊമസ്റ്റിക് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക. എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടോ അതിന് പകരം ഇവിടെ നമ്മൾ തദ്ദേശീയമായിട്ട് അത്തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്താം. ഇമ്പോർട്ട്സ് വർ പ്രൊട്ടക്റ്റഡ്. ഇറക്കുമതികൾ
നമ്മൾ നിയന്ത്രിക്കുക. നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം ബൈ ദ ഇമ്പോസിഷൻ ഓഫ് താരിഫ്. അവിടെ ഞാൻ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്ത് തന്നതിൽ തന്നെ ഒരു ബോൾഡ് ആയിട്ടാണ് തന്നിരിക്കുക, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. താരിഫ് ആൻഡ് കോട്ട, ഈ രണ്ട് രൂപത്തിലാണ് ഇറക്കുമതിയെ ഗവൺമെന്റ് നിയന്ത്രിച്ചിരിക്കുക. വിച്ച് പ്രൊട്ടക്ട് ദ ഡൊമസ്റ്റിക് ഫേംസ് ഫ്രം ദി ഫോറിൻ കോമ്പറ്റീഷൻ. നമ്മുടെ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വ്യാപാര നയത്തിലൂടെ ഗവൺമെന്റ് എടുത്ത രണ്ട് നയങ്ങളാണ്. ഒന്ന് ചുങ്കം ഏർപ്പെടുത്തുക, അതാണ് താരിഫ് എന്ന് പറയാം. രണ്ടാമത്തേത് കോട്ട എന്ന് പറഞ്ഞാൽ അളവ് നിയന്ത്രിക്കാം. നമുക്കറിയാം ഒന്നാമത്തെ ചുങ്കം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കാം. കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ പറയുന്നു അമേരിക്കയിൽ നിന്ന് നമുക്ക് 5 രൂപയ്ക്ക് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. ഇതിന് കസ്റ്റംസ് ഡ്യൂട്ടി 100%, പ്രൊഡക്ഷൻ കോസ്റ്റിന് 100% കസ്റ്റംസ് ഡ്യൂട്ടി വേണം എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ 100% എന്ത് ചെയ്യണം? കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിന്റെ വില എന്തായി? 5 രൂപയാണ് ഉൽപാദന ചെലവ്, 5 രൂപ കൂടെ എന്ത് കൊടുക്കണം? കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം. ഉൽപ്പന്നത്തിന്റെ വില എന്തായി? 10 രൂപയായി. ഇവിടെ ഉൽപാദന ചെലവ് എത്രയുള്ളൂ? 10 രൂപയുള്ളൂ. അപ്പോ ഗവൺമെന്റ് അത്തരത്തിലുള്ള നമ്മുടെ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചുങ്കം എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയാം, നികുതികൾ ഗവൺമെന്റ് ഏർപ്പെടുത്തുക. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുക. നമുക്കറിയാം വിദേശ നിർമ്മിത കാറുകള് നേരിട്ട് ഇവിടെ ഉപയോഗിക്കുന്നവർ താരതമ്യേന കുറവാണ്. എന്താ കാരണം? അതിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി വളരെ കൂടുതലാണ് ഇല്ല, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് കൂടുതലാണ്. വിദേശ നിർമ്മിത നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളവർക്കും വാഹനം ഓടിച്ചിട്ടുള്ളവർക്കും ഒക്കെ അറിയാം ഇല്ലേ. പക്ഷെ ആ ഉൽപ്പന്നങ്ങളൊന്നും ഇവിടേക്ക് കൊണ്ടുവരുന്നില്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടേക്കുള്ള വാഹന നിർമ്മാണ വ്യവസായശാലകളൊക്കെ പൊട്ടിപ്പോകും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ചുങ്കം വർദ്ധിപ്പിച്ചു, കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു. രണ്ടാമത്തേത് ഇറക്കുമതി ചെയ്യുന്നതിന്റെ അളവ് നിയന്ത്രിക്കുക, ദാറ്റ് ഈസ് കോട്ട എന്ന് നമ്മൾ പറയാം. അതായത് എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് ഒരു 3 മാസത്തിനുള്ളിൽ ഇറക്കുമതി ചെയ്യാം, ഗവൺമെന്റ് അതിനൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കസ്റ്റംസ് ഡ്യൂട്ടി അല്ല, അവിടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ അളവില് ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തി. അതുകൊണ്ട് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ താരിഫ് എന്ന് പറയുന്നതിന്റെ കോട്ട എന്ന് പറയുന്നതിന്റെ ഒക്കെ അടിയിൽ വരച്ചേക്കാം. അത് മാച്ച് ദി ഫോളോയിങ്ങില് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിൽ ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ബ്രാക്കറ്റ് എന്നുള്ളതിലൊക്കെ ചോദിക്കാം. ട്രേഡ് പോളിസി വഴി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത 2 കാര്യങ്ങളാണ് താരിഫ് ആൻഡ് കോട്ട. അത് ആഭ്യന്തര വ്യവസായങ്ങളെ വിദേശ കിടമത്സരത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത 2 കാര്യങ്ങളാണ് ഗവൺമെന്റ് ഇംപ്ലിമെന്റഡ് താരിഫ് ആൻഡ് കോട്ട. And some of the last module we have to explain regarding this impact of inward looking trade strategy on the domestic industries. എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജീസ്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്തായിരുന്നു, തന്ത്രങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറയാം. ഇറ്റ് ഹെൽപ്പ് ടു സേവ് ഫോറിൻ എക്സ്ചേഞ്ച് ബൈ റെഡ്യൂസിംഗ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് അല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ അളവ് കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? കുറെ വിദേശ നാണയം നമുക്ക് സേവ് ചെയ്യാം ഇല്ല. അപ്പൊ വിദേശ നാണയം ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ ഇറക്കുമതി ചെയ്യും. നമ്മൾ പറയുന്ന പെട്രോളിയം പ്രോഡക്ട്സ് നമ്മൾ ഇറക്കുമതി ചെയ്യാം. അപ്പോൾ എസെൻഷ്യൽ ആയിട്ട് ഇവിടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ അത്തരത്തിലുള്ള സാധനങ്ങൾ സാധിച്ചാൽ, പെട്രോളിയം അല്ല മറ്റു ഉൽപ്പന്നങ്ങൾ സാധിച്ചാൽ ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് മറ്റു സാധനങ്ങൾ നമുക്ക് ഇറക്കുമതി ചെയ്യാം. അപ്പൊ വിദേശ നാണയം കൂടുതൽ നമുക്ക് കരുതൽ ധനമായി വെക്കണമെങ്കിൽ നമ്മൾ ഇത്തരം ഒരു സ്ട്രാറ്റജി നമ്മൾ സ്വീകരിച്ച് റെഡ്യൂസിംഗ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. രണ്ടാമത്തേത് ക്രിയേറ്റഡ് എ പ്രൊട്ടക്റ്റഡ് മാർക്കറ്റ് ആൻഡ് ലാർജ് ഡിമാൻഡ് ഫോർ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മാർക്കറ്റുകളെ ഗവൺമെന്റ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു റിബേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ വിലയിൽ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ആൻഡ് ലാർജ് ഡിമാൻഡ് ഫോർ ദി ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. നമ്മുടെ രാജ്യത്ത് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിപണനം നടത്തുന്നതിന് വേണ്ടി ആ ഉൽപ്പന്നങ്ങളെ ഗവൺമെന്റ് സംരക്ഷിക്കാൻ. നിങ്ങൾ കൈത്തറി തുണിത്തരങ്ങളിലൊക്കെ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്ന പോലെ ഗവൺമെന്റ് എന്ത് ചെയ്യുക? ഗവൺമെന്റ് അതിന് സംരക്ഷണം നൽകാം. ഹെൽപ്പ് ടു ബിൽഡ് എ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ് ഇൻ അവർ കൺട്രി വിച്ച് ഡയറക്ട്ലി ലീഡ് ടു ദി ഇക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ചെറുകിട വ്യവസായശാലകളെ ഇത്തരത്തിൽ നമ്മൾ വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് അത് ഗുണകരമാകും എന്നുള്ളത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ പരമാവധി നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച് അതിനെ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി ആണ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുക. അത് മുഴുവൻ സക്സസ് ആയോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ വളരെ വില കുറവിലാണ് വിദേശ നിർമ്മിത സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് വിപണനം നടത്തുന്നത്. നിങ്ങൾക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചറിയാം, ഇപ്പൊ അത് കുറവാണ്. കാരണം ഗവൺമെന്റ് അതിന്റെ
കോട്ട ഗവൺമെന്റ് കുറച്ചു എന്ന് പറഞ്ഞാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നതിന്റെ അളവ് ഗവൺമെന്റ് കുറച്ച്. മറ്റേത് എന്തായിരുന്നു, എല്ലാ ഉൽപ്പന്നങ്ങളും ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. കാരണം കോസ്റ്റ് കുറവാണ്, ക്വാളിറ്റി കുറവാണ് എന്ന് വിചാരിച്ചാൽ ചൈന ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം ക്വാളിറ്റി കുറവല്ല. പക്ഷെ ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങളെ ഇവിടെ ഡിമാൻഡ് ഉള്ളൂ, അതുകൊണ്ട് ഇവിടേക്ക് അത് മാർക്കറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി മാറിയതുകൊണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ലഭ്യത താരതമ്യേന കുറവാണ്. കാരണം അത് കോസ്റ്റ് കൂടി, കാരണം ഗവൺമെന്റ് കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു. അത് നമ്മുടെ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എടുത്ത ഒരു നയമായിരുന്നു റിഗാർഡിംഗ് ദിസ് ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജി. And this in the last module we have to just mention what I mean by that is an industrial licensing. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെന്റ് എന്തുകൊണ്ടുവന്നു, വ്യവസായം തുടങ്ങുന്നവർക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തത് ഏറ്റവും ആദ്യം പറഞ്ഞാണ് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു ലൈസൻസിങ് സമ്പ്രദായം ഗവൺമെന്റ് ഏർപ്പെടുത്തി. ലൈസൻസ് കൊണ്ടുവരാമെന്ന് വെച്ചാൽ ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ഗവൺമെന്റ് ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുവരുന്നവരെ, വാഹനം ഓടിക്കുന്നവരെ ചുരുക്കം ചില കാര്യങ്ങൾ അറിയണം എന്ന് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ ഈ ഒരു മേഖലയിലെ വ്യവസായശാലകൾ നടത്തുന്നവര് ചുരുക്കം ചില കാര്യങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ലൈസൻസിങ് ഈസ് എ ടൂൾ ഫോർ ചാനലൈസിംഗ് സ്കേഴ്സ് റിസോഴ്സസ് ഇൻ എ പ്രീ ഡിറ്റർമിൻ പ്രയോറിറ്റി സെക്ടർ ഓഫ് എൻ എക്കോണമി. അപ്പൊ എല്ലാവരും ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എല്ലാവരും എന്ത് ചെയ്യാം, കടകൾ തുടങ്ങാം. എല്ലാവരും കടകൾ തുടങ്ങാൻ അപ്ലിക്കേഷൻ കൊടുത്താല് ഈ കടകളിലേക്ക് വേണ്ട സാധനങ്ങൾ ആരും ഉത്പാദിപ്പിക്കാം. അപ്പൊ അതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. ലൈസൻസ് അനുവദിക്കുന്നതിന്, ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കുന്നതിനൊക്കെ ഒരു നിയന്ത്രണം വേണം, അല്ലേ? നമ്മൾ പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് പാവറട്ടി, പറപ്പൂര്, തൃശ്ശൂർ വഴി ഒരു ലൈസൻസ് പെർമിറ്റ് കൊടുത്തു, RTO. എല്ലാ ബസ്സുകാർക്കും ഈ ഒറ്റ റൂട്ട് മതി എന്ന് പറഞ്ഞാൽ ബാക്കി റൂട്ടിൽ എങ്ങനെ ആളുകൾ സഞ്ചരിക്കാം. അപ്പോൾ ഒരു നിയന്ത്രണം ഗവൺമെന്റ് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു മുൻകൂട്ടിയുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭവങ്ങളെ എല്ലാവർക്കും ഉപകാരപ്രദമാകാൻ സഹായിക്കാവുന്ന രീതിയിൽ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. അതിനുവേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് ദാറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് റെസൊല്യൂഷൻ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് റെസൊല്യൂഷൻ ആക്ട് എന്നാണ് നമ്മൾ പറയാം, IDRA എന്ന് പറയും. ഇൻ ദി 1951 ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പോളിസിയാണ് നമ്മൾ പറയുന്നത് റിഗാർഡിംഗ് ദിസ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് റെസൊല്യൂഷൻ ആക്ട് എന്നാണ് നമ്മൾ പറയാം. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് റെസൊല്യൂഷൻ ആക്ട് എന്നാണ് ഉദ്ദേശിക്കുക. 1951 ഗവൺമെന്റ് അത്തരം ഒരു പോളിസി ഗവൺമെന്റ് കൊണ്ടുവന്ന് വ്യവസായങ്ങൾ തുടങ്ങണമെങ്കിൽ ലൈസൻസ് വേണം എന്ന കൃത്യമായ നിബന്ധന ഗവൺമെന്റ് വെച്ചു. അതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം എല്ലാവരും ഒരേപോലെയുള്ളതല്ലാതെ വ്യത്യസ്ത തരത്തിലുള്ള വ്യവസായശാലകൾ തുടങ്ങുന്നതിനും ഈ വ്യവസായശാലകളിലേക്ക് വരുന്നവര് രാജ്യത്തിന്റെ വിഭവങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലൈസൻസ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുക. ഗവൺമെന്റ് കൊണ്ടുവന്ന നയത്തിന് പറയുന്ന പേര് ദാറ്റ് ഈസ് ആൻ IDRA. ഷോർട്ട് ഫോം ആണ് സാധാരണ ഇതിൽ പറയാം. ദിസ് ഈസ് മെയിൻലി ഫോർ റെഗുലേറ്റിംഗ് or implementing industrial licensing. Match the following ആണ് ചോദിക്കാം. മനസ്സിലായോ? IDRA is related to industrial licensing. It is implemented on 1956. അപ്പൊ 2 വർഷമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് IPR 1956, ഇങ്ങനെ തന്നെയാണ് പറയാ. IPR 1956 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, 1951 ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. റെസൊല്യൂഷൻ ആക്ട് എന്നാണ് നമ്മൾ പറയാം. ആ ഇംപ്ലിമെന്റ് ചെയ്ത വർഷം ഇത് എന്തുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ആശയത്തെ സംബന്ധിച്ചുമാണ് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിന്റെ ലാസ്റ്റ് ഏറ്റവും അവസാനം നമ്മൾ പറയുന്നത് ഈ IDRA, അതായത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് റെസൊല്യൂഷൻ ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ സംബന്ധിച്ചാണ്. പരീക്ഷയ്ക്ക് അത്ര തന്നെ ഇമ്പോർട്ടന്റ് ഇല്ല. ഇവിടെ IDRA എന്ന് പറയുന്ന ആ വർഷമാണ് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ആ പറയുന്ന അവസാനത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തേത് റെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്ലാൻ പ്രയോറിറ്റീസ്. ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുന്ന രീതിയിൽ രാജ്യത്തെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഗവൺമെന്റ് 5 വത്സര പദ്ധതികളിലൂടെ ആസൂത്രണം ചെയ്യുന്ന രീതിയിൽ രാജ്യത്തെ വിഭവങ്ങളെ ചാനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുക. രണ്ടാമത്തേത് അവോയ്ഡൻസ് ഓഫ് മോണോപ്പൊളി. ചുരുക്കം ചില ആളുകൾക്ക് മാത്രം വ്യവസായശാലകളെ തുടങ്ങാം. ചുരുക്കം ചില ആളുകളും ഇപ്പൊ നമുക്കറിയാം, നമ്മള് ജ്വല്ലറികൾ എടുത്തു നോക്കിയാൽ ചുരുക്കം ചില ആളുകൾക്ക് ഒരു മൊണോപ്പൊളിയാണ്. ചുരുക്കം ചില ആളുകളുടെ ജ്വല്ലറികൾ വിജയിക്കുന്നു, ചുരുക്കം ചില ആളുകളുടെ ജ്വല്ലറി തുടങ്ങിയാൽ അത് പൂട്ടിപ്പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു മോണോപ്പൊളി ഇല്ലാതിരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ആൻ
മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ കുത്തക എന്നാണ് അർത്ഥം. അവോയ്ഡൻസ് ഓഫ് മൊണോപ്പൊളി. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ്, പ്രാദേശിക വികസനം ഒരു സന്തുലിതമായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും ടൗണുകളിൽ പോയിട്ട് വ്യവസായശാലകൾ തുടങ്ങാതെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് ഗവൺമെന്റിന് നിയന്ത്രണം ഏർപ്പെടുത്താം. കാരണം അതിനു വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് കൊണ്ടുവന്നപ്പോൾ രാജ്യത്തിന്റെ സന്തുലിതമായ വികസനം ഉറപ്പുവരുത്തുക. നാലാമത്തേത് പ്രിവെൻഷൻ ഓഫ് അൺഡ്യൂ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. വൻകിട വ്യവസായങ്ങളും ചെറുകിട വ്യവസായങ്ങളും തമ്മിൽ ഉള്ള ഒരു കിടമത്സരം ഒഴിവാക്കാം. അഥവാ വൻകിട വ്യവസായശാലകൾ ഒരു കാരണവശാലും ആരോട് മത്സരിക്കേണ്ട കാര്യമില്ല, ചെറുകിട വ്യവസായശാലകളോട് മത്സരിക്കേണ്ട കാര്യം. അവര് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് തമ്മിൽ കോമ്പറ്റീഷൻ ആകാം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തമ്മിൽ കോമ്പറ്റീഷൻ ആകാം. ഇതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ ആൻഡ് സ്മോൾ സ്കെയിൽ തമ്മിലുള്ള കോമ്പറ്റീഷൻ നിരുത്സാഹപ്പെടുത്തുക എന്ന ഒരുപാട് നല്ല ലക്ഷ്യങ്ങളോട് കൂടിയാണ് IDRA ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുക. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് റെസൊല്യൂഷൻ ആക്ട് 1951 ആ വർഷം ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ലാസ്റ്റ് ദാറ്റ് ഈസ് ആൻ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്കേഴ്സ് ഫോറിൻ എക്സ്ചേഞ്ച് റിസോഴ്സസ്. വിദേശ വിനിമയ വിഭവങ്ങള് അത് പരമാവധി ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വിദേശ നാണയങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരു കാരണവശാലും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. അതിലൂടെ രാജ്യത്തിന്റെ പുരോഗതി കൈവരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുക. റിഗാർഡിംഗ് ദിസ് ഇൻഡസ്ട്രിയൽ IDRA 1956. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയാം. രണ്ടാമത്തെ പാർട്ടിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് ഒന്ന് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, ഒന്ന് IPR 1956. യു ഹാവ് ടു ഗിവൺ മോസ്റ്റ് സ്ട്രെസ് ഫോർ ദി 3 ക്ലാസിഫിക്കേഷൻ. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ characteristics or the role of the small scale industries. And remaining regarding the trade policy, you have to go through, that is a tariff and quota. And finally, IDRA 1956 is related to industrial licensing. ഇത്രയും കാര്യങ്ങളെങ്കിലും ഈ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. നോട്ടുകൾ തരുമ്പോൾ പറയുന്ന സമയബന്ധിതമായി നിങ്ങളത് പൂർത്തീകരിച്ച് വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വാട്സപ്പ് ചെയ്യുമ്പോൾ എഴുതിയതിന്റെ അവസാനം നിങ്ങളുടെ പേര്, ഒപ്പ് എന്നിവ ഉണ്ടായിരിക്കണം എന്നുള്ളത് പല സമയങ്ങളിലായിട്ട് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും ചുരുക്കം ചില വിദ്യാർത്ഥികളെങ്കിലും അത് വേണ്ടത്ര രീതിയിൽ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ നോട്ട് ആദ്യം എഴുതുക, എന്നിട്ട് ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സൗകര്യപ്രദമായിരിക്കും. പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് ആദ്യം മുതലേ പാലിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു മാക്സിമം മാർക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ വാങ്ങാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. താങ്ക് യു.